ഈ മച്ചന്മാർ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിട്ട് നമ്മുടെ ഡോറേമോനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഈ ഡോറേമോനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ ഈ ഡോറേമോനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ഡോറേമോനെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് Doraemon.glb എന്നാണ് നോക്കേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ GLB ഉണ്ടോ എന്ന് കൂടി നോക്കണം, എന്നാലേ ഒരു ഫയലും കാര്യങ്ങളും വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡോറേമോൻ്റെ ഫയലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോറേമോൻ്റെ ഫയലും കാര്യങ്ങളും ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. എൻ്റെ അകത്ത് ഡൗൺലോഡ്സിനകത്തോട്ടാണ് വന്ന് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫയലകത്ത് കയറി നേരെ ഡൗൺലോഡ്സിൽ പോയി എനിക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അകത്ത് എവിടെയാണ് വന്ന് കിടക്കുന്നത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി ആഡ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വേറെ രീതി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഗെയിമിൻ്റെ അകത്ത് കയറാനാണ്. ഗെയിമിൻ്റെ അകത്താണ് നമുക്ക് കയറിയതിന് ശേഷം ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മൾ ഫോണും കാര്യങ്ങളും എടുക്കണം. ഫോണിൻ്റെ അകത്ത് നമുക്ക് RGS മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളുണ്ട്. ആ ഒരു ഓപ്ഷൻ്റെ അകത്ത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു ഡോറേമോൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം RGS മെനു കാര്യങ്ങൾ എടുക്കണം. എന്നിട്ട് അവിടെ ലോഡ് ക്ലിക്ക് ചെയ്യണം. ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഫയൽ മാനേജറിലോട്ട് പോകും. അവിടെ പോകുമ്പോൾ നിനക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സെർച്ച് ചെയ്യൽ നിങ്ങൾ ഡോറേമോൻ എന്ന് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫയലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ പോയി കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളും എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി സെർച്ച് ചെയ്യാം. Doraemon.glb എന്ന് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ Doraemon.glb എന്ന് പറഞ്ഞാൽ നേരെ ഒറ്റ ഫയലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി സെലക്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ ഗെയിമിൽ ഡോറേമോനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കറണ്ടിൽ നമുക്ക് ഒരു ഡോറേമോനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറേ ഡോറേമോനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RGS മെനുവിൻ്റെ അകത്ത് കയറുമ്പോൾ Doraemon NPC.glb എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ എടുത്ത് RGS മെനു എടുക്കുമ്പം നമുക്കവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടു Doraemon NPC.glb, അതാണ് നമ്മുടെ ലിങ്ക് കാര്യങ്ങളും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ലിങ്ക് കാര്യങ്ങൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വന്ന കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് കമൻസ് കാര്യങ്ങൾ ചെയ്തായിരുന്നു, സിൻചാനെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫയലും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എനിക്കത് വർക്കും കാര്യങ്ങളാണ്. ഞാനപ്പോൾ അത് നമ്മുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട് ആ ഫയലും കാര്യങ്ങളും. അപ്പോൾ ഞാനത് ഇവിടെയും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ആ ഫയലും കാര്യങ്ങളും. അപ്പോൾ സിൻചാൻ്റെ ഫയലും അതുപോലെ തന്നെ ഡോറേമോൻ്റെ ഫയലും ഞാനിവിടെ കൊടുത്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഇവിടുന്ന് എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, എപ്പോഴെപ്പോഴും നിങ്ങൾ ലിങ്കിൽ പോയി എപ്പോഴെപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വട്ടം മാത്രം ഡൗൺലോഡ് കാര്യങ്ങൾ ചെയ്താൽ മതി. ആ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ വേറൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ഫയൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ ഫയലും കാര്യങ്ങളും എടുക്കാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളാവത്തുള്ളൂ. ഞാനിവിടെ നമ്മുടെ ഡോറേമോന് ഏതൊക്കെ ഷിപ്പ് കോഡ് എന്ന് വെച്ചാൽ RGS ടൂൾ വെച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുകയാണ്. ഞാനിവിടെ ഡാൻസും കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുകയാണ്. നമ്മുടെ ഡോറേമോൻ്റെ ഒരു NPC പ്ലെയർ ഉണ്ട്. NPC പ്ലെയറിന് നമ്മളിപ്പം ഇങ്ങനെ എടുത്തിട്ട് ഫയറും കാര്യങ്ങളും ചെയ്യണം, നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഡോറേമോനെ വെടിവെക്കുമ്പോൾ ആ ഒരു ഫയറിങ്ങിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും കിട്ടുന്നില്ല, എന്ന് വെച്ചാൽ ഡാൻസിങ് ഓപ്ഷനും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഡോറേമോൻ അതൊന്നും വർക്കാവത്തില്ല. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണ്ടാണ്. ഡോറേമോൻ വെച്ചിട്ട് നമ്മുടെ NPC പ്ലെയറിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് ഡോറേമോൻ്റെ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് Xഉം Y-സെഡും വെച്ചിട്ട് നമുക്കതിന് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ കാര്യമാണ് നമ്മൾ നേരത്തെ നമ്മുടെ മോഡ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും വർക്കാവുന്നുണ്ടോ എല്ലാവർക്കും എങ്ങനെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതോട് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക്സ് കാര്യങ്ങൾ വർക്കാവുന്നില്ല, ഏതൊക്കെ ലിങ്ക്സ് വർക്കാവത്തെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് തന്നെയാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻസും കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെയൊക്കെ നമ്മുടെ പുതിയ റീഫ്രഷ് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആകുന്നത്. എന്നാലും നിങ്ങൾ കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പരമാവധി നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിനും കൂടെ കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സിൻചാൻ്റെ ഡോറേമോൻ്റെ ലിങ്ക് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും ഡിസ്ക്രിപ്ഷനിലും
ഓൾസോ നമ്മുടെ വാട്സപ്പ് ചാനലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡോറമോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ 9:30 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 9:55 ആ ഒരു ടൈമിലൊക്കെ ആയപ്പോൾ നമ്മൾ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇത്ര 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആവുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് വാട്സപ്പ് ചാനൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരത്തെ നമുക്ക് കിട്ടുന്നത് വാട്സപ്പ് ചാനലായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലോട്ട് ഇടുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ രീതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മസ്റ്റായിട്ട് എല്ലാം ശ്രമിച്ചിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനലായിരിക്കും ആഡ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് എന്താണ് എങ്ങനെയാണ് അത് വരുന്നത് എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്ന പോലെ വണ്ടി വരുന്നുണ്ട്, ഇന്ന പോലെ ഐറ്റം വരുന്നുണ്ട്, ഇന്ന പോലെ അപ്ഡേറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ഇനിയൊരു മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോകുന്നുണ്ട്. ഈ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഡെവലപ്പറിനോട് നമ്മൾ സംസാരിച്ചപ്പം നമ്മുടെ അതിൻ്റെ അകത്തോട്ട് പോലീസ് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അതുപോലെ തന്നെ വീട് കാര്യങ്ങളെല്ലാം ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മിലിറ്ററി ബേസ് കാര്യങ്ങൾ നമ്മൾ ഒത്തിരി നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പകുതി വെച്ച് നിർത്തി അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവലപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കുക, എന്നിട്ട് അവരുടെ റെസ്പോൺസും കാര്യങ്ങളും എന്താ അറിഞ്ഞതിന് ശേഷം പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റെസ്പോൺസും കാര്യങ്ങളും എന്തായാലും കമൻസും കാര്യങ്ങളായിട്ട് ഇടേണ്ടതാണ്. ഇടുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്തായാലും ഡെവലപ്പറിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും. അപ്പോൾ എന്തായാലും മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാക്സിമം കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരാൾ മാത്രം 10-20 വെച്ചും കമൻറ്റ് ചെയ്യരുത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും കണ്ടായിരുന്നു ഒരാൾ മാത്രം ഇഷ്ടംപോലെ കമൻസും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേണം എന്ന് പറഞ്ഞ് കമൻസും കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്യുന്നവർ നിങ്ങൾ അറ്റ് എ ടൈമിൽ ഒരാൾ മാത്രം ഒരു കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കാണുമല്ലോ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ കൊടുത്തിട്ട് അവരോടും കൂടെ കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ്. ഇവിടെ ഇന്ന കമൻറ്റ് ചെയ്യും, മിലിറ്ററി ബേസ് വേണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൊണ്ടുവരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം വീഡിയോസ് ശ്രദ്ധിക്കുമ്പം അതിനനുസരിച്ചിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പം എന്നിട്ട് നമ്മൾ കൊണ്ടുവരുന്നതുള്ളൂ. അപ്പോൾ ഈ സിൻചാനും ഡോറേമോനൊക്കെ ഒത്തിരി വട്ടം കമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫൈനലി നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾ ഹോപ്പ് കൈവിടരുത്. ഹോപ്പ് എന്തായാലും കൈ വേണം. അപ്പോൾ എന്തായാലും ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നതാണ്. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിൻചാൻ എപ്പോൾ വരും ചോദിച്ചു അവസാനം സിൻചാൻ വന്ന് ഇപ്പോൾ ഡോറേമോൻ എപ്പോൾ വരും ചോദിച്ചു ഡോറേമോനും വന്നിട്ടുണ്ട്. അപ്പോൾ 2 ക്യാരക്ടർ നിങ്ങൾ ചോദിച്ച മെയിൻ 2 ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ NPC പ്ലേയേഴ്സും എല്ലാം ആഡ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ബേസും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി കമൻസ് കണ്ടു ചെയ്യണം. അതുപോലെ തന്നെ മിലിറ്ററി ബേസ് മാത്രമല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെഹിക്കിൾസ് കാര്യങ്ങൾ ഹെലികോപ്റ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ വല്ലതും വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോട് കമൻസും കാര്യങ്ങൾ ചെയ്യണം. എല്ലാവരോടും മാക്സിമം ഒരുമിച്ച് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി എളുപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്പറിനോട് സംസാരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഡെവലപ്പറിന് ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള സാധനം കൊണ്ടുവരത്തുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അതുവരെ നമ്മളതും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ കമൻസ് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് അങ്ങനെ അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് താഴെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും. പ്രോപ്പർ കമൻറ്റ്സും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. നാളെ ഇതിനെപ്പറ്റിയുള്ള കുറേ അപ്ഡേറ്റ്സും